ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എല്ലാവിധ വിദ്യാഭ്യാസ അറിയിപ്പുകൾക്കും അവധി വാർത്തകൾക്കും ഈ കാലവർഷ സമയത്ത് നിങ്ങളുടെ ജില്ലകൾക്ക് അവധിയുണ്ടോ, അതുപോലെ തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ കളക്ടർമാർ പ്രഖ്യാപിക്കുന്ന ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തത്സമയ അപ്ഡേറ്റുകളും വാർത്തകളും ഏറ്റവും പുതിയ അറിയിപ്പുകളും ഒക്കെ ആയിട്ട് അതാത് സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തും. ഒരൊറ്റ ക്ലിക്ക് അവയാണ് ഞങ്ങളുടെ ഇൻഫർമേഷൻസ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിലെ 14 ജില്ലയിലും നിലവിൽ നമ്മുടെ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം മഴ മുന്നറിയിപ്പുകളുണ്ട്. അതിൽ തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട്. അവിടെ ഉള്ളവർ തന്നെ കമന്റ് ചെയ്യുന്നത് പ്രകാരം ഈ ജില്ലകൾ കൂടാതെ തന്നെ കോഴിക്കോടും പാലക്കാടും കനത്ത മഴ പെയ്ത സാഹചര്യം നമ്മുടെ വടക്കൻ ജില്ലകളിൽ ഒട്ടാകെ പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീഡിയകൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഇത്രയും ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇതിൽ തന്നെ യെല്ലോ അലർട്ട് എന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്തൊക്കെ അതിശക്തമായ കടലാക്രമണമുണ്ട്. പല സ്ഥലത്തും വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലും വളരെ സേഫ് ആയിട്ട് തന്നെ എല്ലാവരും ഇരിക്കുക. ഇതിനോടൊപ്പം പറയാനുള്ളത്, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നലെ 11 ജില്ലകൾക്ക് അവധിയായിരുന്നു. അപ്പോൾ ഒരു ജില്ലയ്ക്ക് ഭാഗികമായിട്ട് ആലപ്പുഴയിലെ കുട്ടനാട് താലൂക്കിൽ. അപ്പോൾ ഇവിടെയൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ റെഡ് അലർട്ട് മാത്രമല്ല ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾക്കും അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മഴയുടെ കാഠിന്യം കൊണ്ടാണ്. അതേ പെയ്ത്താണ്, അതേ മഴ തന്നെയാണ് പല ജില്ലകളിലും ഇന്നും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ ലഭിച്ചേക്കാം. കുട്ടനാട് പോലെയുള്ള താലൂക്കുകളിൽ ഇന്നലെ അവധിയായിരുന്നു. ഇപ്പോഴും അവിടെ അതേ സാഹചര്യം തന്നെയാണ്. അതിലും ഒരു ക്ലാരിഫിക്കേഷൻ കളക്ടറുടെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അവധി സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ജില്ലകളും കമന്റ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഴയുടെ സാഹചര്യവും കൂടി പറയുക. ഈ അലർട്ടുകൾ വളരെ കുറവായിട്ടുള്ള തെക്കൻ ജില്ലകളിലും ഇപ്പോൾ മഴ കനക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.